ന്യൂയോർക്കിലെ എംപയർ സ്റ്റേറ്റ് കെട്ടിടത്തിൻ്റെ വലിപ്പമുള്ള ഒരു ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് നാസ സ്ഥിരീകരിച്ചു. ബെന്നു എന്ന ചിഹ്നഗ്രഹമാണിത്. ഇത് വലിയ അപകടകരമായ ഒരു വസ്തുവായി തരംതിരിച്ചിരിക്കുന്നു. ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ 2021 2300 ഇടയിൽ ഭൂമിയുമായി ചിഹ്നഗ്രഹം കൂട്ടിയിടിക്കാനുള്ള സാധ്യത 1750 ഒന്നാണ്. ഇത് 2135 ഭൂമിയുമായി കൂട്ടിയിടിക്കുമെന്നും പ്രവചിക്കുന്നു. ഭൂമിക്ക് സമീപമുള്ള ചിഹ്നഗ്രഹവുമായുള്ള അപകട സാധ്യതാ വിലയിരുത്തൽ എന്ന പഠന പദ്ധതിയായ OSIRIS ഡേറ്റയെ അടിസ്ഥാനമാക്കിയാണ് നാസ ഈ കാര്യം പറയുന്നത്. സ്പെക്ട്രൽ വ്യാഖ്യാനം, റിസോഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ എന്നിവയിൽ നിന്നുള്ള കൃത്യമായ ട്രാക്കിംഗ് ഡേറ്റയും ഇതിനായി നാസ ഉപയോഗിച്ചു. അപകടകരമായ ചിഹ്നഗ്രഹത്തിൻ്റെ ചലനങ്ങൾ നന്നായി മനസ്സിലാക്കുവാൻ ബഹിരാകാശ വാഹനങ്ങളും ഉപയോഗിക്കുവാൻ പദ്ധതിയുണ്ട്. നാസയുടെ അഭിപ്രായത്തിൽ ബെന്നുവിൻ്റെ ചലനത്തെക്കുറിച്ചുള്ള ഈ പഠനം അതിൻ്റെ ഭ്രമണപഥവുമായി ബന്ധപ്പെട്ട അനിശ്ചിത തത്വങ്ങളെ കണ്ടെത്തുകയും ആഘാത സാധ്യത നിർണ്ണയിക്കുവാനുള്ള ശാസ്ത്രജ്ഞരുടെ കഴിവ് മെച്ചപ്പെടുത്തുകയും ചെയ്തു. നാസയുടെ പ്ലാനറ്ററി ഡിഫൻസ് ദൗത്യം ഭൂമിയുടെ സമീപത്ത് വരുവാൻ സാധ്യതയുള്ള ചിഹ്നഗ്രഹങ്ങളെയും ധൂമകേതുക്കളെയും കണ്ടെത്തുന്നുണ്ട്. ബെന്നു ഭൂമിക്ക് കാര്യമായ അപകടമുണ്ടാക്കിയേക്കാമെന്നാണ് വാഷിംഗ്ടണിലെ നാസ ആസ്ഥാനത്തെ നിയർ എർത്ത് ഒബ്ജക്റ്റ് ഒബ്സർവേഷൻ പ്രോഗ്രാമിൻ്റെ പ്രോഗ്രാം മാനേജർ കെല്ലി ഫാസ്റ്റ് പറയുന്നത്. അറിയപ്പെടാത്ത വസ്തുക്കൾ കണ്ടെത്തുവാനും അവയ്ക്കായി മാതൃകകൾ പരിഷ്കരിക്കുവാനും ഡേറ്റ ശേഖരിക്കുന്ന ഒരു ശാസ്ത്ര സർവേകളിലൂടെയാണ് ഈ ശ്രമം നടത്തുന്നത്. ഈ മോഡലുകൾ അനുദിനം പരിഷ്കരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു നൂറ്റാണ്ടിലേറെയായി ഭൂമിയോട് ഇത് അടുത്തു വരുമ്പോൾ ബെന്നു എവിടെയെന്ന് നന്നായി പ്രവചിക്കുവാൻ ശാസ്ത്രജ്ഞർക്ക് കഴിയുമെന്നാണ് നാസയുടെ അഭിപ്രായം. ബെന്നു 2135 ഭൂമിയോട് അടുത്ത് ചെല്ലും. ഭൂമിക്ക് സമീപത്തുള്ള ഈ വസ്തു ആ സമയത്ത് അപകടമുണ്ടാക്കിയാലും ഇല്ലെങ്കിലും അതിൻ്റെ കൃത്യമായ പാത പ്രവചിക്കുവാൻ കൂടുതൽ പഠിക്കണമെന്ന് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം. ഭൂമിയുടെ ഗുരുത്വാകർഷണം സൂര്യന് ചുറ്റിനുമുള്ള ചിഹ്നഗ്രഹത്തിൻ്റെ പാതയെ എങ്ങനെ മാറ്റുമെന്നും കണ്ടെത്തുവാൻ അവർ ശ്രമിക്കുന്നു. ഡീപ് സ്പേസ് നെറ്റ്വർക്കും അത്യാധുനിക കമ്പ്യൂട്ടർ മോഡലുകളും ഉപയോഗിച്ച് നാസയ്ക്ക് ബെന്നുവിൻ്റെ ഭ്രമണപഥത്തിലെ അനിശ്ചിതത്വങ്ങൾ ഗണ്യമായി ചുരുക്കുവാൻ കഴിഞ്ഞതായും നാസ അറിയിച്ചു. ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ച ആഘാത സാധ്യത 1750 ഒന്നാണ്. ഭൂമിയുമായി കൂട്ടിയടിക്കാനുള്ള സാധ്യത കുറവാണെങ്കിലും സൗരയൂഥത്തിലെ ഏറ്റവും അപകടകരമായ 2 ചിഹ്നഗ്രഹങ്ങളിൽ ഒന്നായി ബെന്നു തുടരുന്നു. 1950 DA എന്ന മറ്റൊരു ചിഹ്നഗ്രഹവും ഇതിനു പുറമേയുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക.